നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അപ്പൊ ഇന്ന് കഥ ഇടാനായിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടോ. എന്താണെങ്കിലും നാളെ മുതൽ കൃത്യസമയത്ത് തന്നെ വീഡിയോസ് ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാവേ. അങ്ങനെ നാളത്തെ കഥയിൽ നമ്മൾ കാണുന്ന ഒടുവില് ഇന്ദിരാമ്മ പറഞ്ഞ കാര്യമെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രാജശ്രീ ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ്. രാജശ്രീ ഒട്ടും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലത് ഇങ്ങനെ ഇന്ദിരാമ്മ പറയുന്നു. കാരണം സുകന്യനെ കുറിച്ചോ സുകന്യയുടെ വീട്ടുകാരെ കുറിച്ചോ ഒന്നും അറിയത്തില്ല. ഈ പറയുന്ന ദേവമംഗലംകാർക്കോ അല്ലെങ്കിൽ ഇന്ദിരാമ്മയ്ക്കോ നന്ദിതയ്ക്കോ ആർക്കും ഒന്നും അറിയില്ല. പെട്ടെന്നൊരു നിമിഷത്തില് ധർമ്മന്റെ കല്യാണം നടക്കാതെ വന്നു കഴിഞ്ഞപ്പോ ധർമ്മന്റെ ജീവിതത്തിലേക്ക് വന്നു കയറിയവളാണ് സുകന്യ. അപ്പൊ പിന്നെ ആരും കൂടുതൽ ചെക്ക് ചെയ്യാൻ അന്വേഷിക്കാനൊന്നും പോയില്ല. ആ സമയത്ത് എങ്ങനെയും ധർമ്മന്റെ വിവാഹം നടക്കണം, ആ ഒരു ചിന്ത എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നുള്ളൂ. പക്ഷെ കല്യാണത്തിന് ശേഷം ഇത്രയും ദിവസമായിട്ട് അവര് അടുക്കള കാണ ചടങ്ങിനോ അങ്ങനെ ഒരു ചടങ്ങിനോ ഇതുവരെയായിട്ടും വന്നിട്ടില്ല. അപ്പൊ ഇന്ദിരാമ്മയ്ക്ക് ഒരു സംശയവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി. ഇന്ദിരാമ്മ അത് പങ്കുവെച്ച് കഴിഞ്ഞപ്പോഴത്തേനും രാജശ്രീ ചോദിച്ചു, എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയണേ? അമ്മയ്ക്ക് എന്താ സുകന്യയുടെ കാര്യത്തിൽ സംശയം ഉണ്ടോന്ന് ചോദിക്കുക. അതല്ല രാജശ്രീ പറഞ്ഞേ, കാര്യം നിന്റെ ബന്ധുവൊക്കെയാണ്. പക്ഷെ അവരിതുവരെയായിട്ടും കല്യാണത്തിന് ശേഷം ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ലല്ലോ. അതെ, അവർക്ക് ഇഷ്ടംപോലെ തിരക്കുകളൊക്കെ ഉള്ള ആൾക്കാരാ. അങ്ങനെ എപ്പോഴും വരാനൊന്നും പറ്റില്ല. പിന്നെ അറിയാലോ, പെട്ടെന്നൊരു നിമിഷം ഉണ്ടായ കല്യാണമല്ലേ, അവർക്കും അത്ര വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങളൊക്കെ നിർബന്ധിച്ചു കഴിഞ്ഞിട്ടാ സുകന്യനെ ധർമ്മനുമായിട്ട് വിവാഹം കഴിക്കാൻ തന്നെ താല്പര്യപ്പെട്ടെ. പോരാത്തേന് അവരിങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. എങ്ങനെയൊന്ന് ആലോചിച്ച് നോക്കി. ധർമ്മന് എവിടത്തെയാ? കൃഷ്ണമംഗലത്തെ അല്ലേ? അവൻ ദേവമംഗലത്തൊക്കെയാ നിക്കണേന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെന്ത് വിചാരിക്കും എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും നന്ദിത പറഞ്ഞു, അതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ധർമ്മം മുമ്പ് തൊട്ട് അവിടെയല്ലേ നിന്നിരുന്നേ. അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ പോരെ. എന്താണെങ്കിലും അവരെ വരാതിരിക്കുന്ന അത്ര നല്ല കാര്യമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. ആശ്രയ്ക്ക് നല്ല ടെൻഷനുണ്ട്. സുകന്യയുടെ രണ്ടാം വിവാഹമാണ്. അതെങ്ങാനൊക്കെ അറിയുവോ? ഏതെങ്കിലും വിധത്തിൽ അറിഞ്ഞാൽ അതോടുകൂടി തീർന്നു. താനൊക്കെ അതിന് കൂട്ടുനിന്നൊരു ചിന്തയായിരിക്കും എല്ലാവരുടെയും മനസ്സിൽ. തന്റെ ജീവിതം തീർന്നു എന്നൊരു ചിന്തയൊക്കെ മനസ്സിലുണ്ടാവുന്നുണ്ട്. രാശ്രീ പറഞ്ഞു, അവള് നല്ലൊരു പെൺകുട്ടിയാ. അല്ലെങ്കിൽ പിന്നെ ഇതേ കല്യാണം പോലും നടക്കില്ല എന്ന് കരുതിയ ആ ഒരു നിമിഷത്തില് ധർമ്മന്റെ മുന്നിലേക്ക് അവൾ വരത്തില്ലായിരുന്നല്ലോ. അവള് കാരണം ധർമ്മന് നല്ലൊരു ജീവിതം അമ്മയെ കിട്ടിയിരിക്കുന്നേ. അതിനെക്കുറിച്ച് മാത്രം ഇപ്പൊ ചിന്തിച്ചാൽ മതി. പിന്നെ വീട്ടുകാർ വരുന്നതിലേക്ക് എന്താ അർത്ഥം ഇരിക്കുന്നേ? ഞാൻ പറഞ്ഞിട്ട് അമ്മയ്ക്ക് വിശ്വാസം ഇല്ലെന്നൊക്കെ ചോദിച്ചു. ഇന്ദിരാ പറഞ്ഞു, എന്തോ എനിക്ക് അത്ര അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഇപ്പോഴത്തെ സുകന്യയുടെ സ്വഭാവം എനിക്ക് ഒട്ടും അങ്ങോട്ട് പിടിച്ചിട്ടില്ല രാജശ്രീ. അവള് ദേവമംഗലത്തല്ലേ നിൽക്കുന്നേ. അവിടുത്തെ ഓരോ കുറ്റങ്ങളും കുറവുകളും അല്ലേ അവള് പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. അവിടെയുള്ളതെല്ലാം നല്ല സ്നേഹമുള്ളവരാ. നന്ദിത പറഞ്ഞ അതെ, നല്ല സ്നേഹമുള്ളവർ തന്നെയാ ദേവമംഗലത്തുള്ളവര്. അത് കേട്ടപ്പോ രാജശ്രീ പറഞ്ഞു, ഓഹോ, അപ്പൊ ഇവിടെ ഉള്ളവരാണോ സ്നേഹത്തിന് കുറവുള്ളവര്? അതല്ല രാജശ്രീ പറഞ്ഞേ. കല്യാണം കഴിച്ച് ഒരു വീട്ടിലേക്ക് വന്നു കേട്ടാണെങ്കിൽ അവിടുത്തെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കുന്നതിന് വരെ അവിടെ അഡ്ജസ്റ്റ് ആയി പോവല്ലേ ചെയ്യണ്ടേ. ചെറിയ വീടാണെങ്കിലും അതിനനുസരിച്ച് പൊരുത്തപ്പെട്ട് പോവല്ലേ ചെയ്യണ്ടേ. അവിടെ അത്ര അംഗങ്ങളുണ്ട്. അപ്പൊ അതിനനുസരിച്ചുള്ള വീട് അവർക്ക് അതിനനുസരിച്ചത് പാങ്ങുള്ളൂ. പക്ഷേങ്കിൽ ഇപ്പൊ എല്ലാത്തിടത്തും വലിയ വീട് വേണം, വലിയ മുറികൾ വേണം, ആഡംബരം വേണം എന്നൊക്കെ പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമാണ് രാജശ്രീ. അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവുക സുകന്യ ചെയ്യണ്ടേ. ധർമ്മന്റെ ഭാര്യയായിട്ട് നല്ല രീതിയിൽ പോണം. അതിന് പാരം സുകന്യ ഇവിടെ ഒന്ന് കുറ്റങ്ങളും കുറവുകളും ഒക്കെ പറയില്ല ചെയ്തേ. അതത്ര ശരിയാന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാണ്. രാജശ്രീ പറഞ്ഞു, അല്ല അത് പിന്നെ ആദ്യമായിട്ടല്ലേ, കുറച്ച് കഴിയുമ്പോഴത്തേനും അതൊക്കെ മാറും നന്ദി ചേച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാജശ്രീ അങ്ങോട്ട് കയറിപ്പോയി. പോയി കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദിരാമ്മ നന്ദിതയോട് പറഞ്ഞു, എന്തൊക്കെയാണെങ്കിലും ശരി, സുകന്യയുടെ വീട്ടുകാരോട് വരാൻ പറയണം. അവര് വരട്ടെ. അല്ലാതെ ഇങ്ങനെ പെണ്ണിനെ കെട്ടിച്ചു വിട്ടെന്നോർത്തിട്ട് പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതിരിക്കുന്നത് അത്ര ശരിയായിട്ടുള്ള കാര്യമൊന്നും അല്ലല്ലോ എന്ന് ഇന്ദിരാമ്മ പറയുകയും ചെയ്തു. ഇതേ സമയത്ത് സുകന്യയുടെ മനസ്സിൽ ചില ചിന്തകളൊക്കെ ഉണ്ട്. തന്നെ മര്യാദ പഠിപ്പിക്കാനായിട്ടാ ഇവിടുത്തെ പെൺപടകൾ തീരുമാനിച്ചിരിക്കുന്നത്. മീനാക്ഷിയും മിത്രൻ ദേവിയൊക്കെ. അങ്ങനെയാണെങ്കിൽ അവർക്കിട്ടൊരു പണി കൊടുക്കണം. വെറുതെ വിട്ടിട്ട് കാര്യമില്ല. അത് മാത്രമല്ല, ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബാലേട്ടനാണ്. ബാലേട്ടന്റെ ഭരണം അതത്ര അങ്ങ് നല്ലതല്ല. അത് അവസാനിപ്പിക്കണം. അധികാരം കുറച്ച് കൂടുന്നുണ്ട് എന്നൊക്കെ വിചാരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും കൂടെ ആഹാരം കഴിക്കാണ്ടിരിക്കുകയാണ്. വൈകുന്നേരം ആഹാരം കഴിക്കാണ്ടിരിക്കണ സമയത്ത് സുകന്യ പറഞ്ഞു, അതെ ഞാൻ എല്ലാവർക്കും വെളുപ്പിത്തരാം, നിങ്ങളൊക്കെ ഇരുന്നോളാൻ പറയണം. അപ്പോഴേക്കും ഗോവിന്ദ പറഞ്ഞു, അത് വേണ്ട, ഞങ്ങൾ പിന്നെ ഇരുന്നോളാം. അതെ, ആണുങ്ങൾ ആദ്യം ഇരുന്നു പെണ്ണുങ്ങൾ പിന്നിരുന്നു, അതൊന്നും ശരിയായിട്ടുള്ള കാര്യമില്ല. എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന അതിന്റെ ശരിയെന്ന് പറയാണ്. സുകന്യ പറഞ്ഞു, ഇന്ന് ഞാനായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും വിളമ്പത്തിരുന്ന്, എല്ലാവരും ഇരിക്കാനൊക്കെ പറഞ്ഞു. അങ്ങനെ സ്നേഹത്തോടെ സുകന്യ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ആരും കൂടുതലൊന്നും പറയാൻ പോയില്ല. എല്ലാവർക്കും ഇരിക്കാനുള്ള ടേബിൾ ഇല്ലാത്തതുകൊണ്ട് മീനാക്ഷിയും ഇത്ര എന്ത് ചെയ്തു, അവിടെ കിടക്കുന്ന വേറെ ഒരു ചെയറിലേക്ക് ഇരുന്നു. സെറ്റിയിൽ അവിടെ വന്ന് ഇരിക്കുവാണ്. ബാക്കി എല്ലാവരും
ഡൈനിങ് ടേബിളിന് ചുറ്റും ഇരിക്കണം. അപ്പൊ ഗോമതിയോടും ഇരിക്കാൻ പറഞ്ഞിട്ട് ഗോമതിയെയും പിടിച്ചിരുത്തി. പിന്നീട് സുകന്യ അങ്ങനെ അവർക്ക് വിളമ്പിയൊക്കെ കൊടുത്ത് ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുകയാണ്. ഈ സമയത്ത് ബാലൻ പറഞ്ഞു, അതെ, ഒരു കുടുംബം ആകുമ്പോൾ അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ കാണും. പിന്നെ ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം പോവാനായിട്ട്. ഭാര്യയ്ക്ക് രഹസ്യങ്ങളൊന്നും പാടില്ല. അതുപോലെ തന്നെ ഭർത്താവിനും പരസ്പരം അവർ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഷെയർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഒരു കുടുംബം മുന്നോട്ട് പോകത്തുള്ളൂ. അപ്പം സുകന്യയുടെ സ്വഭാവം ഒന്ന് മാറ്റിയെടുക്കണം എന്നൊരു ചിന്തയോട് കൂടിയിട്ടാണ് ബാലൻ ഈ കാര്യങ്ങളൊക്കെ പറയണേ. ഗോമതി പറഞ്ഞു, അത് ശരിയാ, എന്ത് കാര്യം ഉണ്ടെങ്കിലും ബാലേട്ടൻ എന്നോട് ഒന്ന് പറയും. അതുപോലെ തന്നെ ഞാനും. അത് കേട്ടപ്പം സുകന്യ പറഞ്ഞു, അതിപ്പം എല്ലാവരും എല്ലാം പറയണമെന്ന് വല്ല നിർബന്ധമൊക്കെ ഉണ്ടോ ഗോമതി ചേച്ചിന്ന് ചോദിച്ചു. ഗോമതി പറഞ്ഞു, ഒരു കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ അങ്ങനെയൊക്കെ വേണം സുകന്യ എന്ന് പറയണം. അല്ല, നിങ്ങൾ ഹണിമൂൺ ട്രിപ്പൊക്കെ പോയതല്ലേ, എന്നിട്ട് ധർമ്മനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും നിനക്കറിയാവോ സുകന്യെന്ന് ഗോമതി ചോദിച്ചു. അപ്പോഴേക്കും സുകന്യ പറഞ്ഞു, എല്ലാ കാര്യങ്ങളും അറിയാമെന്ന് ചോദിച്ചാൽ അതിന് ധർമ്മേണ്ണൻ എന്നോടെല്ലാം പറഞ്ഞിട്ട് വേണ്ടേ, എല്ലാ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല എന്ന് പറയണം. ധർമ്മം പറഞ്ഞു, അല്ല, നമ്മൾ സംസാരിച്ചാണല്ലോ, സംസാരിച്ചൊക്കെയാ, പക്ഷെ ഭർത്താവിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഭാര്യ അറിഞ്ഞിരിക്കണം എന്നല്ലേ പറയണേ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ഗോമതി ചോദിച്ചു, എന്ത് കാര്യങ്ങള്? അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഭർത്താവിന്റെ എല്ലാ കാര്യങ്ങളും അറിയാന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ ജോലി, ശമ്പളം അതൊക്കെ അറിയണമല്ലോ. ഈ ഗോമതി സ്റ്റോഴ്സിലല്ലേ ധർമ്മേട്ടൻ ജോലി ചെയ്യുന്നേ. ധർമ്മേട്ടന് മാത്രം എത്ര എത്ര രൂപയാ ശമ്പളം കൊടുക്കുന്ന ഗോമതി സ്റ്റോഴ്സിൽ നിന്ന്? 40,000 ആണോ അത് 50,000 ആണോ എന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോൾ ബാലനും ഗോമതിയൊക്കെ പരസ്പരം നോക്കുകയാണ്, കണ്ടും മെഴി നോക്കുകയാണ്. 40,000 50,000 രൂപ, ഒന്നും രണ്ടും അല്ല ചോദിച്ചേക്കുന്നത്, അത്രയും രൂപയുടെ കണക്കാ പറയണേ. അപ്പോഴേക്കും ധർമ്മൻ ചോദിച്ചു, നീ എന്തൊക്കെയാ സുനി ചോദിക്കുന്നേ? എന്തിനാ ശമ്പളത്തിന്റെ കണക്കൊക്കെ ചോദിക്കുന്നേ? അല്ല, കാര്യങ്ങളൊക്കെ അറിയണമല്ലോ എന്ന് പറയണ. ആ സമയത്ത് ഗോമതി പറഞ്ഞു, അതൊക്കെ കൃത്യമായിട്ട് തന്നെ ബാലേട്ടൻ ധർമ്മന് കൊടുക്കുന്നുണ്ട്. എന്നാലും അതല്ലല്ലോ ഗോമതി ചേച്ചി, ഭർത്താവിന്റെ ശമ്പളം എത്രയാന്ന് ഭാര്യ അറിഞ്ഞിരിക്കണ്ടേ? വരവോളം ചെലവോളം ഒക്കെ അറിഞ്ഞിരിക്കണമല്ലോ. ഭാവിയിൽ ഞങ്ങൾ ഒരുമിച്ചല്ലേ ജീവിക്കാൻ പോന്നെ, അപ്പൊ ചെലവുകളൊക്കെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനായിട്ടൊക്കെ അത് ഉപകരിക്കൂലോ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചേ, കാര്യങ്ങളൊക്കെ അറിയണമല്ലോ. ഇത് കേട്ട് കഴിഞ്ഞപ്പം ധർമ്മൻ ഇങ്ങനെ ബാലിനെ നോക്കണം. അല്ല, ബാലേട്ടനൊന്നും പറഞ്ഞില്ല, ബാലേട്ടന് എത്ര രൂപ കൊടുക്കണേന്ന് ചോദിച്ചു. അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു, അതെ, എനിക്ക് ആവശ്യമുള്ള പൈസയൊക്കെ ബാലേട്ടൻ തരുന്നുണ്ട്. അത് കേട്ട് കഴിഞ്ഞപ്പം സൂര്യ ചോദിച്ചു, അല്ല, അതിന്റെ കണക്കില്ലേ, ഈ 40,000 50,000 ഞാൻ ചോദിച്ചു, അതിന് എത്ര രൂപയാന്ന് ചോദിക്കണം. അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു, ആവശ്യമുള്ള പൈസ തരുന്നുണ്ടെന്ന് പറയണം. അല്ല, ആകാശിനും അതുപോലെ തന്നെയാണോ എന്ന് ചോദിച്ചു. ആകാശ് പറഞ്ഞു, അതെ, മാമന് കൊടുക്കുന്നേക്കാളും കുറച്ചുകൂടെ കൂടുതൽ പൈസ എനിക്കുണ്ടെന്ന് പറയണം. അല്ല, അതിൻ്റെ ഒരു കണക്കും കാര്യങ്ങളൊക്കെ ഇല്ലേ? ധർമ്മം പറഞ്ഞു, കണക്കുകളും കാര്യങ്ങളൊക്കെ ബാലേട്ടനെ കൃത്യമായിട്ട് ബുക്കിനകത്ത് കുറിച്ച് വെക്കുന്നുണ്ടെന്ന് പറയണം. ഓഹോ, അങ്ങനെയാണല്ലേ. ബുക്കിൽ കുറിച്ച് വെച്ചിട്ട് മാത്രം കാര്യമില്ല, ബുക്കിൽ കുറിച്ച് വെച്ചോണ്ട് കാര്യമില്ലോ, ബുക്കിൽ എഴുതി വെക്കുന്ന കണക്കുകളും കാര്യങ്ങളൊക്കെ കൃത്യമായിരിക്കണം. അത് മാത്രമല്ല, അതിനകത്ത് എഴുതി വെക്കുന്ന പൈസയും കൂടെ കിട്ടുകയും ചെയ്യണ്ടേന്ന് ചോദിച്ചു. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ബാലിന് ഭയങ്കര ദേഷ്യവും സങ്കടമായിപ്പോയി. കാരണം ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സുകന്യ ഒരുമാതിരി ആക്കിയൊരു സംസാരമാണ്. അതും ശമ്പളമൊന്നും കൊടുക്കുന്നില്ല, വെറുതെ നിർത്തിയേക്കുന്ന രീതിയിലുള്ള സംസാരമൊക്കെയാണ്. പിന്നെ കണക്കുകളും കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ ഇന്നലെ വന്ന് കയറിയതുള്ളൂ. ബാലിന് ആഹാരം കഴിക്കുന്ന നിർത്തിയിട്ട് ചാടിയും കൂടി എഴുന്നേറ്റു. അപ്പോഴേക്കും കോമതി ബാലേട്ടെന്ന് പറഞ്ഞ് പിന്നാലെ നിന്നു. പക്ഷെ ബാലൻ നിന്നില്ല, ദേഷ്യത്തോടെ പോയി കൈ കഴുകിയിട്ട് അങ്ങോട്ട് പോയി. ഈ സമയം ധർമ്മം ചോദിച്ചു, എന്തൊക്കെയാ സുകന്യ നീ ചോദിച്ചത്? നിനക്ക് എന്താ ഒട്ടും ബോധമില്ലേന്ന് ചോദിക്കുകയാണ്. സുകന്യ പറഞ്ഞു, ഞാനെന്താ ചോദിക്കാൻ പാടില്ലാത്ത എന്തെങ്കിലും കാര്യം ചോദിച്ചോ? ധർമ്മേട്ടന് എത്ര രൂപ സാലറി കൊടുക്കുന്നുണ്ടെന്ന് മാത്രമല്ലേ ചോദിച്ചുള്ളൂ, അത് കൃത്യമായിട്ടുള്ള കാര്യമല്ലേ ചോദിച്ചത്. അതിനകത്ത് ഇപ്പം തെറ്റ് പറയാൻ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കണം. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം മീനാക്ഷിക്കും മിത്രയ്ക്കും ദേവിക്കും എല്ലാം മനസ്സിലായി, ഇതും മനഃപൂർവ്വം ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയാണ് സുകന്യ തീരുമാനിച്ചിരിക്കുന്നതെന്ന്. കോമതി ബാലൊന്നും ആഹാരം കഴിക്കാൻ നിന്നപ്പോൾ പിന്നെ ആർക്കും ആഹാരം കഴിക്കാൻ പോലും തോന്നിയില്ല. പിന്നീട് സുകന്യ ഇങ്ങനെ വന്ന് നിൽക്കുന്ന സമയത്ത് ശ്രീദേവി മീനാക്ഷിയും മിത്രയും കൂടെ അങ്ങോട്ട് വന്നു. അങ്ങോട്ട് വന്നിട്ട് സുകന്യയോട് ചോദിച്ചു, മീനാക്ഷി ചോദിച്ചു, അല്ല, സുകന്യേച്ചിക്ക് എന്താ അറിയണ്ടേ? ആകാശാണ് കിട്ടുന്ന ശമ്പളത്തെക്കുറിച്ചോ മാമന് കിട്ടുന്ന ശമ്പളത്തെക്കുറിച്ചാണോ അറിയണ്ടേന്ന് ചോദിച്ചു. സുകന്യ പറഞ്ഞു, അതിലറിയുന്നതിൽ എന്താ തെറ്റിരിക്കുന്നേ? അപ്പോഴേക്കും മിത്ര പറഞ്ഞു, അതെ, എന്താണെങ്കിലും അവർക്ക് വേണ്ടുന്ന രീതിയിലുള്ള ശമ്പളവും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ട് അങ്കിൾ എന്താണെങ്കിലും ശമ്പളം കൊടുക്കാന്ന് ഇരിക്കുന്നില്ല. ദേവി പറഞ്ഞു, അതെ, വെറുതെ ആരെ അവിടെ ജോലിക്ക് നിർത്തിയിട്ടൊന്നുമില്ല ഗോമതി സ്റ്റോഴ്സിൽ. ഇത്രയും കാലം ഗോമതി സ്റ്റോഴ്സ് നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരുന്നേ. അത് മാത്രമല്ല, ആർക്കും അവർക്ക് കൊടുക്കുന്ന ശമ്പളം കുറവാണെന്നൊന്നും തോന്നിയിട്ടുമില്ല. മീനാക്ഷി അത് തന്നെ പറഞ്ഞു.
ആകാശേട്ടനാണെങ്കിലും അതുപോലെ മാമനാണെങ്കിലും നല്ല രീതിയിൽ തന്നെ അച്ഛൻ ശമ്പളവും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. പിന്നെ അച്ഛൻ എല്ലാത്തിനും കണക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇനിയിപ്പോൾ അതിനിടയ്ക്ക് സുകന്യേച്ചി വന്ന് തലയിട്ട് അത് കൊളാക്കേണ്ട കാര്യമില്ല. പിന്നെ സുകന്യേച്ചിയുടെ മനസ്സിൽ ഒരു ചിന്തയുണ്ടെന്ന് തോന്നേ, ഇവിടുത്തെ കാര്യങ്ങളും ശരിയല്ല, അല്ലെങ്കിൽ ഈ വീടൊന്ന് തിരിച്ചു മറിച്ച് വെക്കണം, അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും പുതിയതായിട്ട് കൊണ്ടുവരണമെന്ന്. അങ്ങനെ എന്തെങ്കിലും ചിന്തയുണ്ടെങ്കിൽ അതൊന്ന് മാറ്റി വെച്ചാൽ മതി. അപ്പോഴേക്കും മിത്ര പറഞ്ഞു, ഞങ്ങൾ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുന്ന സുകന്യേച്ചി എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വം ശ്രമിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അത് വേണ്ട. ഈ കുടുംബത്തിൽ എന്താണല്ലോ നടക്കില്ല. പിന്നെ കൃഷ്ണമംഗലത്ത് പോയിട്ട് എന്തേലും അവിടുന്ന് എന്തേലും പഠിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ അത് നടപ്പിലാക്കാനാ ശ്രമമെങ്കിൽ അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമൊന്നുമല്ല. ഞാൻ കൃഷ്ണമംഗലത്തെയാണെന്നറിയാലോ എന്ന് മിത്ര പറയാണ്. എന്നിട്ട് പോലും ഞാൻ കൃഷ്ണമംഗലങ്കാരെ സപ്പോർട്ട് ചെയ്യാതെ ദേവമംഗലത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണം ഉണ്ടെന്ന് കൂട്ടിക്കോ. പിന്നെ രാജശ്രീ രാജശ്രീയച്ചിയുടെ കസിനൊക്കെ ആണെങ്കിൽ അതിൻ്റെതായ രീതി വേണം നിൽക്കാനായിട്ട് എന്നൊക്കെ മീനാക്ഷിയും പറയുന്നുണ്ട്. ആ ഒരു ലെവലിലാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ കുറ്റങ്ങളും കുറവുകളും ഇപ്പോൾ അവിടെ പോയി പറഞ്ഞു കൊടുത്ത് അവിടുത്തെ എന്തെങ്കിലും പറഞ്ഞ് ഇവിടെ വന്നു കൊടുത്ത് അങ്ങനെ ഏഷണി കുത്തിക്കുറിച്ച് പ്രശ്നം ആണെങ്കിൽ അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല എന്നൊക്കെ മുഖത്തടിച്ചു പോലെ പറയാണ് സുകന്യയോട്. ഒരു കാര്യം പറഞ്ഞേക്കാം, ഈ കുടുംബത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കുത്തിത്തിരിപ്പുണ്ടാക്കാനാണെങ്കിൽ ചേച്ചി ശ്രമിക്കുന്നെങ്കിൽ അത് ഞങ്ങളായിട്ട് നടത്താൻ സമ്മതിക്കില്ല എന്ന് 3 പേരും കൂടെ പറയാണ്. അത് കേട്ടപ്പോൾ സുകന്യക്ക് കട്ടക്കലിപ്പായി. പക്ഷേ സുകന്യയെ വെല്ലു വിളിക്കുന്ന പോലെ പറഞ്ഞിട്ടാണ് അവരങ്ങോട്ട് പോകുന്നത്. സുകന്യക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. സുകന്യക്ക് മനസ്സിലായി പെട്ടെന്നൊന്നും അങ്ങനെ അവിടെ തകർക്കാൻ കഴിയില്ല എന്ന്. കാരണം തൻ്റെ ആധിപത്യം ഇവിടെ സ്ഥാപിക്കാനായിട്ട് സുകന്യ നോക്കുന്നത്. തനിക്കിവിടെ ആധിപത്യം വേണം, പക്ഷെ അത് അത്ര എളുപ്പമുള്ള കാര്യമില്ലെന്ന് സുകന്യക്ക് മനസ്സിലായി. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.